ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 23-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഇവിടെ ദാവീദിൻ്റെ ചില അന്ത്യവചനങ്ങളായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. ജീവിതത്തിൽ ദൈവം എങ്ങനെ അത്ഭുതകരമായി തന്നെ വഴി നടത്തിയെന്നും എങ്ങനെയാണ് നാം ദൈവസന്നിധിയിലായിരിക്കേണ്ടതെന്നും ദാവീദ് വളരെ ചുരുക്കമായി ഈ അധ്യായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഒരു നേതാവായിരുന്നു ദാവീദെന്ന് ഇതുവരെയുള്ളതായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. 2 മുതൽ 4 വരെ ഉള്ള വചനങ്ങളിൽ ഒരു ആത്മീയ നേതാവിനെ പോലെ രാജാവായിരിക്കുന്ന ദാവീദ് ചില വചനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 3-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ദൈവത്തെ അദ്ദേഹം ഉപമിക്കുന്നത് ഉന്നതമായ ശില, ഉയർന്ന പാറയായിട്ടാണ്. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ, തെളിഞ്ഞ പ്രഭാതത്തിലെ ഒരു സൂര്യനെ പോലെ എന്ന് പറഞ്ഞാൽ മഴക്കാറില്ലാത്ത, മേഘങ്ങളില്ലാത്ത ഒരു പ്രഭാതത്തിലെ സൂര്യനെ പോലെ ആണെന്നും ഭൂമിയിൽ പുല്ല് മുളപ്പിക്കുന്ന മഴ പോലെ ശോഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒരു വിശ്വാസിക്ക് ദൈവസന്നിധിയിലുള്ളതായ അനുഭവം തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ദാവീദ് ഇവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. 6-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ ഭയമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ എറിഞ്ഞു കളഞ്ഞ മുള്ളു പോലെയാണ്. അതാരും കൈകൊണ്ടെടുക്കില്ല. അത് മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ മുള്ളെടുക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. കൊണ്ടാൽ നമുക്കത് പരിക്കേൽപ്പിക്കും. അതങ്ങനെ എടുക്കുന്നത് എന്തിനാണ്? കത്തിച്ച് കളയാനാണ്. അത്രമാത്രമാണ് ദൈവഭയമില്ലാത്തവൻ്റെ ഈ ഭൂമിയിലെ അവസ്ഥ. അല്ലെ, അവനോട് നമ്മൾ ചേർന്ന് പ്രവർത്തിച്ചാൽ നടന്നാലുള്ള അനുഭവം അതാണെന്ന് ദാവീദ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇത് ചുരുക്കത്തിൽ ഈ വചനങ്ങളിലൂടെ ദാവീദ് പറയാൻ ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങളാണ്. 1, ഒരു നേതാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനായിരിക്കണം. അത് ആത്മീയ നേതാവായാലും ഭൗതിക നേതാവായാലും പുരോഹിതനായാലും രാജാവായാലും ആരായിരുന്നാലും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടണം. 2, ദൈവത്തിൻ്റെ വചനം എപ്പോഴും അവിടെ നാവിന്മേലിരിക്കണം. കാരണം അവിടെ ഒരു വലിയ ശക്തിയും വലിയ ചൈതന്യവും ദൈവത്തിൻ്റെ വചനമായിരിക്കണമെന്നർത്ഥം. 3, അവർ ജനത്തെ നീതിയോടെ ദൈവഭയത്തിൽ നടത്തുന്നവരായിരിക്കണം. നീതിബോധമുള്ളവരായിരിക്കണം. ജനത്തെ ദൈവഭയത്തിലൂടെ അവരെ ഇങ്ങനെ അത് നടത്തിക്കൊണ്ടു പോകുന്നവരായിരിക്കണം. 4, അങ്ങനെയുള്ളവരുടെ ജീവിതം വെളിച്ചം പോലെ അത് പ്രശോഭിപ്പിക്കും. മേഘരഹിതമായ ആകാശത്തിലെ സൂര്യനെ പോലെ അത് മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു വെളിച്ചമായിരിക്കുമെന്നുള്ളതാണ്. ഇനി അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ധീര യോദ്ധാക്കളുടെ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അവർ ദാവീദിനോട് ചേർന്ന് ചില സാഹസകൃത്യങ്ങൾ ഒക്കെ ചെയ്തവരാണ്. അവരുടെ ഒരു പട്ടിക നമുക്ക് താഴോട്ട് കാണാൻ സാധിക്കും. അവസാനം വരുമ്പോൾ ആ ധീര യോദ്ധാക്കളുടെ എണ്ണം 37 പേരായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ദാവീദ് തന്നെ ധൈര്യശാലിയായിരുന്ന ഒരു യോദ്ധാവായിരുന്നു. അങ്ങനെ ആ ധീരതയുള്ളവരെ അവൻ തന്നോട് ചേർത്ത് നിർത്തി ശത്രുവിനെതിരായി അവിടെ പോരാടിയെന്നാണ്. ഇന്നും നമുക്ക് പിശാചിനെതിരായി ധീരതയോടെ ചില തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അതിന് നമ്മോട് ചേർന്ന് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ സഹവാസം, നമ്മുടെ കൂട്ടായ്മ നമുക്കേറെ ശക്തി ഇത് പകരുന്നതാണ്. ചിലപ്പോൾ ഏക വ്യക്തിയായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചേക്കാം.
അങ്ങനെയുള്ളൊരു മനുഷ്യനെക്കുറിച്ചിവിടെ പറയുന്നുണ്ട് 12-ാം വാക്യത്തിൽ. ഷമ്മ വയലിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് ഫെലിസ്ത്യരെ മുഴുവൻ പേരെയും കൊല്ലുവാൻ തക്കവണ്ണം അദ്ദേഹം ശക്തനായി തീർന്നു എന്നുള്ളതാണ്. അപ്പം അതുപോലെ പിശാചിനെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി അവരുടെയും പ്രാർത്ഥനയാലും അവരുടെയും നല്ല ആലോചനകളാലും പിശാചിനെ പൈശാചിക ചിന്തകളെ ഇങ്ങനെയുള്ളതായ എല്ലാ പ്രകോപനങ്ങളെയും നമുക്ക് നേരിടുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ദൂത് ഈ അധ്യായത്തിലൂടെ നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ദാവീദിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ചെയ്യാതെ ധീരന്മാരായ ചില ആളുകളെ കൂടെ കൂട്ടി അവരിലൂടെയും അദ്ദേഹം കാര്യങ്ങൾ അവിടെ നിർവഹിച്ചു. അതാണ് നേതൃത്വം. എല്ലാം സ്വയം ചെയ്യുന്നതിലല്ല, മറ്റുള്ളവരെ കൂടെ ചെയ്യിക്കുന്നതിലാണ് നേതൃത്വത്തിൻ്റെ ശ്രേഷ്ഠത എപ്പോഴും നിലനിൽക്കുന്നത്. അത് സഭയിലായാലും സമൂഹത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ദാവീദിൻ്റെ ജീവിതം ഒരു വലിയ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയവനാണ്. ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രയവും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിന് വലിയ ബലവും ശക്തിയുമായിരുന്നത്. നമ്മളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണല്ലോ. ഏത് തലങ്ങളിലായാൽ പോലും, ഇവനൊരു കുടുംബനാഥനാണെങ്കിലും കുടുംബനാഥയാണെങ്കിൽ പോലും ആ തലത്തിൽ നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണല്ലോ. നമ്മുടെ ദൗത്യം ദാവീദിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. അപ്പോഴാണ് നമ്മളൊരു അനുഗ്രഹമാകുന്നത്, നമ്മൾ മറ്റുള്ളവർക്കും അനുഗ്രഹമായിട്ട് തീരുന്നത്. അപ്രകാരം ദൈവമേ, അനുഗ്രഹീതമായൊരു ജീവിതം നയിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.